ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥി ഷാനറ്റ് ഷൈജുവിന്റെ സംസ്കാരം ഇന്ന്. ഏജൻസിയുടെ ചതി കാരണം കുവൈത്തിൽ പെട്ടുപോയ അമ്മ ജിനു നാട്ടിൽ തിരിച്ചെത്തിയതോടെയാണ് സംസ്കാരം ഇന്ന് നടത്താൻ തീരുമാനിച്ചത്. കുവൈത്ത് മലയാളി അസോസിയേഷനും കേരളത്തിൽ നിന്നുള്ള എംപിമാരും ഇടപെട്ടതോടെയാണ് താൽക്കാലിക പാസ്പോർട്ട് വഴി ജിനു നാട്ടിലേക്ക് എത്തിയത്. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ഈ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിസന്ധി, അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ വാർത്തയായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോഴതൊക്കെ മാറി അമ്മ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സംസ്കാരം എപ്പോഴേക്കായിരിക്കും? വിശദാംശങ്ങൾ എന്താണ് രാഹുൽ? റിജിത്ത്, എന്തായാലും ഏറെ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ഷാനറ്റ് ഷൈജു ബൈക്ക് അപകടത്തിൽ മരിക്കുന്നത്. അതിനുശേഷം ഈ ഷാനറ്റ് ഷൈജുവിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അലനും മരിച്ചിരുന്നു. അലന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം അതിന് പിറ്റേ ദിവസം തന്നെ നടത്തുകയും ചെയ്തു. എന്നാൽ ഷാനറ്റിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകുകയായിരുന്നു. മാതാവ് ജിനു കുവൈറ്റിൽ ജോലിക്ക് പോയി അവിടെ ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് ജയിലിൽ അകപ്പെട്ട് കഴിയുകയായിരുന്നു. പിന്നീട് നാട്ടിലേക്ക് പോരാനുള്ള നടപടിക്രമങ്ങൾ, അതിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്നലെ ഷാനറ്റിന്റെ മാതാവ് ജിനു എത്തിയിട്ടുണ്ട്. ഇന്നാണ് ഈ ഷാനറ്റിന്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ മൃതദേഹം കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 10 മണിയോടുകൂടി അത് അണക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം 2 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. ഏതായാലും ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഈ ജിനുവിന് നാട്ടിലേക്ക് വരാനുണ്ടായ ഒരു കാലതാമസമാണ് ഈ ഷാനറ്റിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിപ്പിച്ചത്. ഈ ജിനുവും കഴിഞ്ഞ ചൊവ്വാഴ്ച നാട്ടിലെത്തേണ്ടതായിരുന്നു. പക്ഷേ ഈ ചില സാങ്കേതിക കാരണങ്ങൾ, അവിടെ യുദ്ധത്തിന്റെയും അതുപോലെ തന്നെ കോവിഡിന്റെയും പല പ്രതിസന്ധികൾ നേരിട്ടു. പിന്നീട് ഇടുക്കിയിൽ നിന്നുള്ള എംപി ഡീൻ കുര്യാക്കോസ്, പത്തനംതിട്ട എംപി ആന്റോ ആന്റണി, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷമാണ് ഇന്നലെ ഈ നാട്ടിലേക്കുള്ള വരവ് സാധ്യമായത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ജിനു ഈ അണക്കരയിലെ വീട്ടിലെത്തിയത്. നിലവിൽ എന്തായാലും ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറെ സങ്കടകരമായ കാര്യമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ഷാനറ്റ് ഷൈജു ബൈക്ക് അപകടത്തിൽ ചെല്ലാർകോവിലിൽ വെച്ച് മരണപ്പെടുന്നത്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.